നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. തലശ്ശേരി വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിലെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. ഒളിവിൽ കഴിഞ്ഞ സംഘം സെക്രട്ടറി തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് പിടിയിൽ. ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷന് കീഴിലുള്ള തലശ്ശേരി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനുകളിലെ പാർസൽ ഗതാഗത സേവനം 25 മുതൽ നിർത്തിവെക്കാൻ ഉത്തരവ്. ഉത്തരവ് പുറത്തിറക്കിയത് ദക്ഷിണ റെയിൽവേ ചീഫ് കമേഴ്ഷ്യൽ മാനേജർ. തലശ്ശേരിയിൽ 3 സ്ഥാപനങ്ങളിൽ നിന്നായി 3 ക്വിന്റൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. 45,000 രൂപ പിഴ ചുമത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഉപജില്ലാ കമ്മിറ്റി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ജില്ലാതല ചിത്രരചനാ മത്സരം നടത്തും. വിശദമായ വാർത്തകളിലേക്ക്. തലശ്ശേരി വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിലെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. നിക്ഷേപകരിൽ നിന്ന് കോടികൾ സമാഹരിച്ച ശേഷം ഒളിവിൽ കഴിഞ്ഞ സംഘം സെക്രട്ടറിയെ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിന്ന് തലശ്ശേരി പോലീസ് പിടികൂടി. തലശ്ശേരി വ്യാപാരി സഹകരണ സംഘം സെക്രട്ടറി KC ജോജിഷിനെയാണ് ASP നന്ദഗോപന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രാമേശ്വരത്തു നിന്നും പിടികൂടിയത്. തലശ്ശേരി ASP ഡോക്ടർ നന്ദഗോപന്റെ നേതൃത്വത്തിൽ നടന്ന സമഗ്രമായ അന്വേഷണത്തിലാണ് ഒളിവിൽ കഴിയുകയായിരുന്ന ജോജിഷിനെ പിടികൂടിയത്. SIമാരായ അശ്വതി, ദീപ്തി, സന്തോഷ്, ASIമാരായ ഷിബു, മനോജൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രവീഷ്, CPOമാരായ പ്രശോഭ്, സായൂജ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 26 മുതൽ ഒളിവിലായിരുന്ന ജോജിഷ് മുംബൈയിലും തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലും സഞ്ചരിച്ച ശേഷമാണ് രാമേശ്വരത്ത് എത്തിയത്. ഇയാളെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. ഏകദേശം 4.5 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് നടന്നതെന്നാണ് ആരോപണം. നിക്ഷേപകരുടെ പരാതിയെ തുടർന്ന് തലശ്ശേരി പോലീസ് 4 കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിനിടെ പ്രതിയുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും വീടുകളിൽ നിരവധി തവണ പോലീസ് പരിശോധനയും നടത്തിയിരുന്നു. സംഭവത്തിൽ പണം നഷ്ടമായ നിക്ഷേപകരും വെൽഫെയർ സംഘം ഭരണസമിതിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വവും പ്രതിയെ കണ്ടെത്താൻ ശ്രമങ്ങൾ ശക്തമാക്കിയിരുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുത്തെന്ന വിവരം നിക്ഷേപകർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്. ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷന് കീഴിലുള്ള തലശ്ശേരി കാസർഗോഡ് സ്റ്റേഷനുകളിലെ പാർസൽ ഗതാഗത സേവനം 25 മുതൽ നിർത്തിവെക്കാൻ ഉത്തരവ്. പാർസൽ സേവനം 2 സ്റ്റേഷനുകളിൽ നിന്നും നിർത്തുന്നതായി ദക്ഷിണ റെയിൽവേ ചീഫ് കമേഴ്ഷ്യൽ മാനേജറാണ് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത്. പാർസൽ സർവീസ് നിർത്തലാക്കരുതെന്നാവശ്യപ്പെട്ട് കാരായി രാജൻ MLA ഡിവിഷണൽ മാനേജർക്ക് നിവേദനം നൽകി. വരുമാനം കുറഞ്ഞെന്ന പേരിൽ കഴിഞ്ഞ മാർച്ച് 10-ന് പാർസൽ സർവീസ് നിർത്തിവെക്കണമെന്ന് റെയിൽവേ ഉത്തരവിറക്കിയിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ റെയിൽവേയുടെ തീരുമാനം പിൻവലിക്കുകയായിരുന്നു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ മാത്രം 10,000 രൂപയിൽ കൂടുതലാണ് ദിവസ വരുമാനമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇതിന് മുന്നേ മാർച്ച് 5-ാം തീയതി ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു പാലക്കാട് നിന്ന് ഡയറക്റ്റ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പാർസൽ സർവീസ് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, ഇൻവേർഡും ഔട്ട്വേർഡും എല്ലാം ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 18-ാം തീയതി നമ്മളെല്ലാവരും അതേപോലെ പ്രതിഷേധിച്ചിട്ടുള്ള എല്ലാവർക്കും ലെറ്ററും കൊടുത്ത് അവരെല്ലാവരും സംസാരിച്ചിട്ട് റീ ഓപ്പണിംഗ് ആയി. അത് കഴിഞ്ഞിട്ട് 21-ാം തീയതി ജൂലൈ 21-ന് ഇന്നലെ ഒരു ലെറ്റർ പിന്നെയും വന്നിട്ടുണ്ട്. പാർസൽ സർവീസ് തലശ്ശേരിയിൽ നിന്ന് പിന്നെയും ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ലെറ്റർ വന്നതിന് ശേഷം നമ്മളിപ്പോൾ എല്ലാവരും ഈ ഒരു ജോലിനെ ആശ്രയിച്ചിട്ട് തന്നെ എല്ലാവരും ജീവിക്കുന്നത്. കാരണം വേറൊരു വരുമാനം എന്തായാലും നമുക്ക് ഉണ്ടാവില്ല. കാരണം ഇത്രയും കാലം എല്ലാവർക്കും ഇവിടെ 18 വർഷവും പിന്നെ എല്ലാവരും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ലഗേജ് മാത്രം ആശ്രയിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു വരുമാനമായിരുന്നു ഒരിക്കലും ഇത്രയും ആൾക്കാർക്ക് കിട്ടൂല. ഒന്നാമത് എല്ലാവരും ട്രോളി ബാഗും മറ്റെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാഴ്സൽ വരുന്നത് മാത്രമാണ് ഇവരെല്ലാവരും ഡ്യൂട്ടി എടുത്തിട്ട് എല്ലാവരുടെ കുടുംബങ്ങളും പോറ്റുന്നത്. അപ്പോൾ അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിർത്തലാക്കാൻ പറ്റി രണ്ടാമതും അവർ ശ്രമിക്കുമ്പോൾ അതെല്ലാവരെയും അന്നം മുട്ടിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് കാണുന്നത്. മാസം ശരാശരി 3 ലക്ഷത്തിലധികം വരുമാനം തലശ്ശേരി റെയിൽവേക്കുണ്ട്. 190 ടൺ ഡെലിവറിയും തലശ്ശേരിയിൽ നടക്കുന്നുണ്ട്. വരുമാനം കുറയുകയാണെന്ന റെയിൽവേയുടെ വിലയിരുത്തൽ തെറ്റാണെന്ന ആരോപണമാണ് ഉയരുന്നത്.
തീരുമാനം പ്രാബല്യത്തിൽ വന്നാൽ തലശ്ശേരി കാസർഗോഡ് മേഖലകളിലെ വ്യാപാരികളും ചെറുകിട സംരംഭകരും സാധാരണ ജനങ്ങളും റെയിൽവേ പാർസൽ സേവനത്തിന് പകരം കൂടുതൽ ചെലവേറിയ ബദൽ മാർഗങ്ങൾ തേടേണ്ട സാഹചര്യമുണ്ടാകും. വർഷങ്ങളായി റെയിൽവേ പാർസൽ സേവനത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന നിരവധി തൊഴിലാളികളുടെ ഉപജീവനത്തെ പ്രതികൂലമായി ഇത് ബാധിക്കും. നിലവിലുള്ള പോർട്ടേഴ്സിനെ ഡി തസ്തികയിൽ ഗ്യാങ്ങിലേക്ക് എടുത്ത് ആ വെയിറ്റിംഗ് ലിസ്റ്റിലേക്കാണ് ഞങ്ങൾ 3 പേര് നിലവിൽ റെയിൽവേയിൽ അപേക്ഷ അയച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയൊരു അന്നുള്ള ഉറപ്പ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നമ്മളോട് പറഞ്ഞ് നിങ്ങളെ ഇനി ഡി തസ്തികയിലേക്ക് നിയമിക്കുന്ന പറഞ്ഞിട്ടാണ് നമ്മൾ അന്ന് മുതൽ നിൽക്കുന്നത്. 15 വർഷത്തിൽ കൂടുതലായി പല കമ്മീഷനും വെച്ച് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അതുകൂടാതെ നമ്മൾ ഈ പോർട്ടേഴ്സ് എടുക്കുന്ന ലഗേജ് കൂടി എടുക്കുന്നത് കൊണ്ടാണ്, പാർസൽ ലഗേജും കൂടി എടുക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ നിലനിന്ന് പോകുന്നത്. ഇപ്പോൾ 2 ഭാഗത്തും ട്രോളി ബാഗ് ആൾക്കാർക്ക് സൗകര്യത്തിലെടുത്ത് പോകാനും ലിഫ്റ്റും ഒക്കെ സൗകര്യങ്ങളുള്ളതുകൊണ്ട് ട്രോളി ബാഗും അങ്ങനെ ലഗേജ്, യാത്രക്കാരുടെ ലഗേജ് നമുക്ക് നിലവിൽ കിട്ടുന്നില്ല. നിലവിൽ ഒരു ദിവസം 1-2 മാത്രമേ കിട്ടുന്നുള്ളൂ. ബാക്കി ഇത്രയും ആൾക്കാർ ഇത് അഡ്ജസ്റ്റ് പോകുന്നത് നമ്മളിവിടെ പാർസൽ ലഗേജ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അത് നിലവിൽ നമ്മളിത് സ്റ്റോപ്പ് മെമ്മോ തന്ന് അത് നമ്മൾ MP-മാരെയും ബാക്കിയുള്ള എല്ലാവരെയും കണ്ടിട്ട് അത് നിലവിൽ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും റീഓപ്പൺ ചെയ്ത് ഇപ്പം നിലവിൽ ഇന്നലെ വന്നിരിക്കുന്ന ഇവിടെ ഇത് വീണ്ടും സ്റ്റോപ്പ് മെമ്മോ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുള്ള ഒരു കാര്യം നമുക്കറിയില്ല. റെയിൽവേ നമുക്ക് അതിനുള്ള ഒരു അറിയിപ്പ് ഒന്നും തന്നിട്ടുമില്ല. ഈ ഒരു ബുദ്ധിമുട്ട് നമുക്കിപ്പം നിലവിൽ നമുക്ക് ഒരു സങ്കടമാണ്, നമുക്ക് എന്നാ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയുമില്ല. ഇനിയിപ്പോൾ ഇത് റെയിൽവേ ആരെങ്കിലും ഇതിനുള്ള ഒരു സൗകര്യം നമുക്ക് ചെയ്തു തരണം എന്നാണ് നമ്മൾ പോർട്ടേഴ്സിൻ്റെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം. തലശ്ശേരിയും കാസർഗോഡും പാർസൽ സർവീസ് നിർത്തലാക്കുന്നതോടെ കണ്ണൂരിനെ മാത്രം ആളുകൾക്ക് ആശ്രയിക്കേണ്ടി വരും. കാസർഗോഡ് നിന്നുൾപ്പെടെയുള്ള യാത്രക്കാർ കണ്ണൂരിൽ എത്തിച്ചേരേണ്ട ദുരവസ്ഥയിലേക്ക് മാറും. കാസർഗോഡും തലശ്ശേരിയിലേക്കും വരുന്ന പാർസലുകൾ വാങ്ങാൻ കണ്ണൂരിലേക്ക് പോകേണ്ട അവസ്ഥയും ഉണ്ടാകും. ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് റെയിൽവേയുടെ ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ പാർസൽ സർവീസ് നിർത്തലാക്കരുതെന്നാവശ്യപ്പെട്ട് കാരായി രാജൻ MLA ഡിവിഷണൽ റെയിൽവേ മാനേജർക്ക് നിവേദനം നൽകി. ശതോത്തര രജത ജൂബിലി ആഘോഷിക്കുന്ന തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പതിറ്റാണ്ടുകളായി പാർസൽ സേവനം കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരികയാണെന്നും തലശ്ശേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് ആളുകൾ ഈ സേവനത്തെയാണ് ആശ്രയിക്കുന്നതെന്നും നിവേദനത്തിലൂടെ MLA ചൂണ്ടിക്കാട്ടി. തലശ്ശേരിയിൽ 3 സ്ഥാപനങ്ങളിൽ നിന്നായി 3 ക്വിൻ്റൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ പിടിച്ചെടുത്തത്. 45,000 രൂപ പിഴ ചുമത്തി. 3 സ്ഥാപനങ്ങൾക്കായി 45,000 രൂപ പിഴ ചുമത്തി. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ റോയൽ സ്റ്റോർ, ന്യൂ ഷൈൻ എന്നീ സ്ഥാപനങ്ങൾക്ക് 10,000 രൂപ വീതവും മട്ടാമ്പ്രത്തെ മലബാർ ട്രേഡേഴ്സിന് 25,000 രൂപയുമാണ് പിഴ ചുമത്തിയത്. വ്യാജ ബയോ ക്യാരി ബാഗുകൾ, നിരോധിത ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് സ്പൂണുകൾ, പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ വാഴയില, 250 മില്ലി കുടിവെള്ള കുപ്പികൾ, ഗാർബേജ് ബാഗുകൾ, പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ പ്ലേറ്റുകൾ, നേരിയ പ്ലാസ്റ്റിക് ഗ്ലാസുകൾ തുടങ്ങിയ നിരോധിത വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് സ്ക്വാഡ് തലശ്ശേരി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. പരിശോധനയിൽ സ്ക്വാഡ് ടീം ലീഡർ PP അഷ്റഫ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, PS പ്രവീൺ, M ജിഷ്ണുരാജ്, CK ദിബിൽ, തലശ്ശേരി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ E ദിനേശ് എന്നിവർ പങ്കെടുത്തു. പാനൂരിനടുത്ത് കടവത്തൂർ ചാക്യാർകുന്നിൽ മദ്രസ അധ്യാപകന്റെ സംയോജിതമായ ഇടപെടൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിച്ചു. പള്ളിക്കുളത്തിൽ കുളിക്കുന്നതിനിടെ വെള്ളത്തിൽ മുങ്ങിയ കുട്ടിയെ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടുത്തിയ ശേഷം CPR നൽകി ജീവൻ തിരിച്ചുപിടിക്കുകയായിരുന്നു അധ്യാപകൻ ഇർഷാദ് സഖാഫി. പള്ളിക്കുളത്തിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടെയാണ് മുഹമ്മദ് ബിലാൽ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നത്. കുട്ടികളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ ഇർഷാദ് സഖാഫി ഒരു നിമിഷം പോലും വൈകാതെ കുളത്തിലേക്ക് ചാടി വിദ്യാർത്ഥിയെ കരക്കെത്തിച്ചു. കരയിലെത്തിച്ചപ്പോൾ ബോധരഹിതനായിരുന്ന കുട്ടിക്ക് 5 മിനിറ്റിലധികം CPR ഉൾപ്പെടെയുള്ള പ്രഥമ ചികിത്സ നൽകിയതോടെയാണ് കുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. തുടർന്ന് കുട്ടിയെ ആശുപത്രിയിലെത്തിച്ച് തുടർ ചികിത്സ നൽകി. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നടത്തിയ ഇർഷാദ് സഖാഫിയുടെ ധീരമായ ഇടപെടലും കൃത്യസമയത്തെ പ്രഥമ ചികിത്സയും
ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചതായി നാട്ടുകാർ പറഞ്ഞു. സ്കൂളിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് KM അഭിജിത്ത് MLA ഇർഷാദ് സഖാഫിയെ ആദരിച്ചു. وللإحسان رضوانا سيبقى صنيعك في التاريخ مفتخرا إرشاد ثقافي يا مجدنا وضيانا. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഉപജില്ലാ കമ്മിറ്റി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ജില്ലാതല ചിത്രരചനാ മത്സരം നടത്തും. രക്തദാന ക്യാമ്പ്, വീട് നിർമ്മാണ സഹായം എന്നിവയും നടക്കുമെന്നും ഭാരവാഹികൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉമ്മൻചാണ്ടി കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ നിലനിർത്താൻ കഴിഞ്ഞ 3 വർഷങ്ങളായി ഒരു ചിത്രരചനാ മത്സരവും അതോടൊപ്പം തന്നെ ഒരു ജീവകാരുണ്യ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപക സംഘടന എന്ന നിലയിൽ KPST കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാനൂരിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരു എതിരായ ഒരു കുടുംബത്തിന് വീടെടുത്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഈ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ നിലനിർത്താൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതൊരു കുടുംബത്തിന് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ജൂലൈ 26 ഞായറാഴ്ച രാവിലെ അതിൻ്റെ ഉദ്ഘാടനം ബഹുനാഥാപുരം MLA KM അഭിജിത്ത് നിർവഹിക്കുകയാണ്. സ്വർണ്ണ മെഡലിനായി നടത്തുന്ന ചിത്രരചനാ മത്സരം 26 രാവിലെ 10 മണിക്ക് പാനൂർ UP സ്കൂളിൽ KM അഭിജിത്ത് MLA ഉദ്ഘാടനം ചെയ്യും. KPSTA സംസ്ഥാന പ്രസിഡന്റ് PK അരവിന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തുമെന്നും KPSTA ഉപജില്ലാ ഭാരവാഹികളായ B വിപിൻ, P വിജിത്ത്, KC സന്ദീപ്, MK രാജൻ, RK രാജേഷ്, MT സനേഷ് എന്നിവർ അറിയിച്ചു. പാനൂർ ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്കൂൾ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഉപജില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് വാട്സപ്പ് വഴി രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമുണ്ട്. രജിസ്ട്രേഷൻ വ്യാഴാഴ്ച അവസാനിക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Dentaris Dental Clinic, Implant and Orthodontic Specialty Center, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്,
3D scanning and digital printing, ultra-modern X-ray facilities, well-equipped ultra-modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ, ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ മേക്കുന്ന്, തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in paces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂർ സർവകലാശാല MA ഫിലോസഫി പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ചെറുവാഞ്ചേരി സ്വദേശിനി M നന്ദനയ്ക്ക് നാടിൻ്റെ ആദരം. ചെറുവാഞ്ചേരി പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് ആദരം ഒരുക്കിയത്. ചെറുവാഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ പൗരസമിതി ചെയർമാൻ KK പവിത്രൻ നന്ദനയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. K സുരേഷ് കുമാർ ഉപഹാരം നൽകി. ബഞ്ഞോടൻ ചന്ദ്രൻ, RV ശശിധരൻ, P സുരേന്ദ്രൻ, രാജു എക്കാൽ, C സഞ്ജീവൻ, T ദാമോദരൻ, C സജീവൻ, P പൂർണിമ, ഉച്ചമ്പളി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രദേശവാസികളും പൗരസമിതി പ്രവർത്തകരും പങ്കെടുത്തു. യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിക്കൊണ്ട് കണ്ണൂർ ജില്ലയുടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അഭിമാന താരമായി മാറുകയും ഒപ്പം നമ്മുടെ നാടിൻ്റെ പ്രിയപ്പെട്ട പുത്രിയായി മാറിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷമുള്ള നിമിഷമാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ ഇത്തരം ഒരു അനുമോദനങ്ങൾ നടത്തുന്നത് നന്ദനയ്ക്കും അതുപോലെ തന്നെ വിജയിക്കും അനുമോദനം നേരുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ കൂടുതൽ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി വലിയ നിലകളിൽ എത്തേണ്ടതായിട്ടുണ്ട്. അത് അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭദ്രതയ്ക്ക് തന്നെ വലിയൊരു ഗുണമായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനും വലിയ നേട്ടമായിരിക്കും. പൂക്കം മുസ്ലിം LP സ്കൂളിൽ T കുഞ്ഞമ്മദ് മാസ്റ്റർ അനുസ്മരണവും PTA ജനറൽ ബോഡി യോഗവും നടന്നു. LSS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങും സ്കൂൾ ഹാളിൽ നടന്നു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു രാഷ്ട്രീയക്കാരനാണ് നമ്മുടെ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പെരിങ്ങാം മണ്ഡലത്തിൻ്റെത്. അതുപോലെ കോളേജിന്റെ ഒരു സ്ഥാപകനായിരുന്നു, ഭാരവാഹിയായിരുന്നു. എന്നെ കോളേജിന്റെയും അപ്പോൾ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാരവാഹി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പ്രദേശത്തിന്റെ ഒരു വിദ്യാഭ്യാസ പുരോഗതിക്ക്, നമ്മുടെ സമൂഹത്തിന്റെ പുതുതലമുറയ്ക്ക് വിദ്യാഭ്യാസ വികസനം നടത്താൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സൂചനകൾ നമുക്കിവിടെ കാണാൻ, പ്രത്യേകിച്ച് ഈ ഒരു മനോഹരമായ കെട്ടിടങ്ങൾ.
ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മളൊക്കെയാണ് മാതൃകയായി എടുക്കേണ്ടത്. കാരണം നമ്മളാണ് ഇനി വരുന്ന തലമുറയെ നല്ല രീതിയിൽ വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് കൈവരിക്കാൻ നയിക്കേണ്ടവർ. ഡോക്ടർ പുത്തൂർ മുസ്തഫ അനുസ്മരണ പ്രഭാഷണം നടത്തി. ആ സ്വപ്നങ്ങളിലേക്ക് ചിറക് വിരിച്ചു പറക്കാൻ നമ്മുടെ പുതിയ കുട്ടികളെ പര്യാപ്തമാക്കുന്നതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ പ്രാദേശികമായി നമ്മുടെ പൊതുരംഗത്തുള്ള പ്രവർത്തകന്മാർ എല്ലാവരും ഞാനുണ്ട് എന്ന നിലയിൽ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കാറുള്ളത്. ഇക്കാണുന്ന പുരോഗതിയൊക്കെ ഒരു ദിവസം ഉണ്ടായതല്ല. നിങ്ങൾ കേട്ട് കാണും, റോമാനഗരം ഒരു നാളുണ്ടായതല്ല എന്നൊരു ചൊല്ലുണ്ട്. അത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംവത്സരങ്ങൾ കൊണ്ടുണ്ടായതാണ് പ്രൗഢമായ റോമാനഗരം. അതുപോലെ പുരോഗതി എന്ന് പറയുന്നത് ഒരു ദിവസം ഉണ്ടാകുന്ന അത്ഭുതമല്ല. ഇവിടെ കുടുംബസമാജ തോളിൽ കയറി നിന്നാണ് അടുത്ത തലമുറ വന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് മുമ്പുള്ള തലമുറയുടെ തോളിൽ കയറി നിന്നുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. PTA പ്രസിഡന്റ് മിഥിലാജ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ KP അസീസ് സ്വാഗതം പറഞ്ഞു. കൗൺസിലർ ഹുസൈൽ പീടികയിൽ, PP അസീസ്, KV നൌഷാദ്, C മുജീബ്, K നിസാർ, റാഹില ടീച്ചർ, നൌഷാദ് തിരുമൽ, സലീം ചാമ്പേത്ത്, K മഹ്റൂഫ്, ഷബീല ജലീൽ, TP നജീബ്, MD സരിത എന്നിവർ സംസാരിച്ചു. തലശ്ശേരി MES ബാവ റെസിഡൻഷ്യൽ സ്കൂളിൽ ഇൻവെസ്റ്റിച്ചർ സെറിമണിയും മെറിറ്റോറിയം ഡേയും ശ്രദ്ധേയമായി. ലോട്ടസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ നേതൃത്വ പാഠവും അച്ചടക്കം, സാമൂഹിക പ്രതിബദ്ധത എന്നിവ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തലശ്ശേരി MES ബാവ റെസിഡൻഷ്യൽ സ്കൂളിൽ ഇൻവെസ്റ്റിച്ചർ സെറിമണിയും മെറിറ്റോറിയസ് ഡേയും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. MES എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി KMD മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുകയും ഉപഹാരങ്ങൾ നൽകി അനുമോദിക്കുകയും ചെയ്തു. തുടർന്ന് പുതിയ അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ ലീഡർ, അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ, വിവിധ ഹൗസുകളുടെയും ക്ലബ്ബുകളുടെയും ലീഡർമാർ MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീനിൽ നിന്ന് ബാഡ്ജും സ്ലാഷും ഏറ്റുവാങ്ങി ഔദ്യോഗികമായി ചുമതലയേറ്റു. സ്കൂൾ പ്രിൻസിപ്പൽ നൂറി P റഫീഖ് വിദ്യാർത്ഥി നേതാക്കൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PTA പ്രസിഡന്റ് അജീഷ് CP സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ചടങ്ങിന് മാറ്റേകി. UT സജ്ജാദ്, KK സുനിൽ, P അൻവർ, AG ജസീല, K സോണിയ, A ലീന, NK റാഹിന, അനഘ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ നൂറി P റഫീഖ് സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ M മഞ്ചരി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, MES ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പൊന്നം സ്രാമ്പിയിൽ നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കർഷക തൊഴിലാളി യൂണിയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഷീബ ഇന്നത്തെ ഈ അനുസ്മരണ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇന്ന് കേരളമാകെ മാത്രമല്ല ലോകമെമ്പാടും PSന്റെ 1ാം ചരമവാർഷിക ദിനം ആചരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഗൾഫിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ചപ്പോൾ
ഇന്ന് ഗൾഫിൽ അവർ താമസിക്കുന്ന മേഖലയിൽ VSൻ്റെ ഒരു അനുസ്മരണ സമ്മേളനം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില കുറിപ്പുകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ ഒരു സുഹൃത്ത് വിളിച്ചത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് VS കേരളത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഇന്ന് ഓർമ്മിക്കപ്പെടുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ഒരു സമരസൂര്യനായിരുന്നു മഹാനായിട്ടുള്ള VS. നിശ്ചയദാർഢ്യത്തോടുകൂടി തെറ്റിനു മുന്നിൽ ഒരിക്കലും തലകുനിക്കാതെ നിശ്ചയദാർഢ്യത്തോടുകൂടി പാവപ്പെട്ടവരെയും തൊഴിലാളികളെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു മഹാനായ നേതാവായിരുന്നു സഖാ VS എന്ന കാര്യത്തിൽ ഏരിയ പ്രസിഡന്റ് VM സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി A വാസു സ്വാഗതം പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. സ്വാന്തന മേഖലയിൽ വർഷങ്ങളായി അറിയപ്പെടുന്ന സ്ഥാപനമായ തറവാട് ഗ്രൂപ്പ് സംരംഭങ്ങളുടെ ഗൾഫിലെ വിവിധ പ്രവാസി കൂട്ടായ്മകളുടെ കുടുംബസംഗമം മുഴപ്പിലങ്ങാട് തറവാട് അങ്കണത്തിൽ നടന്നു. ആദരായനവും ഇതോടൊപ്പം നടന്നു. ആസ്റ്റർ മിംസ് ഡയറക്ടർ VP ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ, അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കാൻ സമർത്ഥമായ ആളുകളില്ലെങ്കിൽ ഒരു പ്രയോജനവും പണത്തെ കൊണ്ടുണ്ടാവും എനിക്ക് തോന്നില്ല. ഇവിടെയുള്ള പ്രവർത്തകർ ചെയ്യുന്ന പ്രവൃത്തി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരെ എത്ര അഭിനയിച്ചാൽ മതിയാവില്ല. ഈ തരണത്തിൽ എനിക്ക് അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയും ഭാവി ജീവിതത്തിന് വേണ്ടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. എല്ലാ നന്മകളും അവർക്ക് ദൈവം നൽകുമാറാകട്ടെ.
നിങ്ങളും എൻ്റെ കൂടെ ചേരുക. ഈ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ പൈസ മാത്രം പോരാ എന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഇവർക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക സംഗതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ പ്രവർത്തനങ്ങൾ നമ്മളൊന്നും വിശദീകരിച്ച് നോക്കിയാൽ ഒരുപാട് നന്മയുടെ വശങ്ങൾ ഇതിൽ കാണാം. നേരത്തെ പാത്ര സൂചിപ്പിച്ചതുപോലെ ഇവിടെ നടക്കുന്ന സെന്റേഴ്സിന്റെ പ്രവർത്തനങ്ങൾ പലതും അതിമഹത്തരമാണ്. ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞ സംഗതി ഇന്നത്തെ നമ്മുടെ അയൽവക്കങ്ങളിൽ ഒന്ന് പരിശോധിച്ചാൽ ഒരു 10 വീടുകളിൽ ഒരാൾക്കെങ്കിലും ഡയാലിസിസ് നിർബന്ധമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കണ്ടുപോകുന്നത്. നമ്മുടെ ജീവിതശൈലി രോഗം വളരെ മൂർധന്യാവസ്ഥയിലാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിഡ്നി ഫെയിലിയർ. അതിനാകെ ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയാലിസിസ് ആഴ്ചക്ക് 3 തവണ ചെയ്താൽ അദ്ദേഹത്തിന് അതിന് ഡിസ്ചാർജ് ചെയ്ത് പോവുക എന്നുള്ളൊരു അവസരം ജീവിതത്തിലില്ല. മരണം വരെ അത് തുറന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഒരു ഡയാലിസിസ് സെൻ്ററിൽ ഒരാളെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അവസരം പിന്നെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് മെഷീൻസ് കൂട്ടാനുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. പ്രശസ്ത വാഗ്മിയും മോട്ടിവേഷണൽ സ്പീക്കറുമായ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. പക്ഷെ ഇപ്പോഴെന്താണ്, ഇപ്പൊ അടുത്ത കാലത്ത് കടന്നു വന്ന വഴികളെ മറന്നുപോകുന്ന ഒരു തലമുറ നമ്മുടെ മുന്നിൽ ഉയർന്നു വരുന്നു. ഞാനൊരു കവിത എഴുതിയൊരു കവിതയുടെ ചൊല്ലട്ടെ. ആ കവിതയുടെ അർത്ഥം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പുഴയും തോണിയും തമ്മിലായിരുന്നു തർക്കം, ആരാണ് പ്രഗത്ഭനെന്നായിരുന്നു തർക്ക വിഷയം. തർക്കത്തിൽ തോണിയാണ് വിജയിച്ചത്. തോണിയുടെ വാദം ഇങ്ങനെയായിരുന്നു: ഞാൻ മേലെയാണ്, പുഴയെ നീ എന്റെ അടിയിലാണ്, അതുകൊണ്ട് ഞാനാണ് പ്രഗത്ഭൻ. തോണിയുടെ വാദം വിജയിച്ചു, പുഴ തോൽവി സമ്മതിച്ച് വരുത്തിക്കളഞ്ഞു. ഇപ്പോൾ തോണി മണ്ണോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. പുഴയില്ലെങ്കിൽ തോണിക്ക് പ്രസക്തിയുണ്ടോ? പുഴയുള്ളത് കൊണ്ടല്ലേ തോണിക്ക് വിലയുള്ളൂ. നമ്മുടെ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിയും അടങ്ങുന്ന ഈ തലമുറയാണ് പുഴ. ആ സംസ്കാരത്തിന്റെ പുഴയിൽ നമ്മൾ വെറും തോണിയാണ്. ആ സംസ്കാരത്തിന്റെ ഒഴുക്കില്ലെങ്കിൽ, അത് നിശ്ചലമായ പിന്നെ തോണിക്ക് പ്രസക്തിയില്ല. അത് വറ്റിപ്പോയാൽ തോണിക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് നമ്മൾ ആ പുഴയുടെ ഒഴുക്കിനനുസരിച്ച് ആ പുഴയെ മുറിച്ചു നീന്തി അപ്പുറത്ത് കടക്കാൻ പരിശ്രമിക്കുന്നവരാണ് ഒരു മനുഷ്യൻ. അതുകൊണ്ട് ആ തലമുറകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഈ തറവാട്ട് മുറ്റത്ത് പരിഹരിക്കണം. ഇവിടെ വന്നിരിക്കുന്നത് പ്രസംഗം കേൾക്കാനും ഭക്ഷണം കഴിക്കാനുമല്ല, പരസ്പരം സംസാരിക്കാനാണ്. എങ്ങനെ സംസാരം? തറവാട് പ്രസിഡന്റ് ഫസൽ ബാത്തല അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനീസ് സ്വാഗതവും പ്രോഗ്രാം ഡയറക്ടർ VV റംഷാദ് നന്ദിയും പറഞ്ഞു. തറവാടിൻ്റെ വിവിധ മേഖലകളിലുള്ള ജിദ്ദ, UAE, ദമാം, മസ്കറ്റ്, ഖത്തർ, റിയാദ് എന്നിവിടങ്ങളിലെ പ്രവാസി കൂട്ടായ്മകളെയും ആംബുലൻസ് നൽകിയ തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ അബുദാബിയെയും കാരുണ്യ മേഖലയിലെ അവരുടെ സ്തുത്യർഹമായ സംഭാവനകൾ കണക്കിലെടുത്ത് ആദരിച്ചു. അബ്ദുൽ ഖാദർ പനക്കാട്ട്, MP നാസർ, അബ്ദുൽ ഖാദർ മോച്ചേരി, ആസാദ് മാളിയേക്കൽ ദുബായ്, അഷ്റഫ് TC മസ്കറ്റ്, അബ്ദുൽ നാസർ ഖത്തർ, GWA സെക്രട്ടറി നിസാർ അബുദാബി, സുബ്ഹാൻ ജിത്ത, റാഫി ഐച്ചസ്, സഹൽ റഹ്മത്ത്, അഫീഫ് റിയാദ്, ഹംസ മേലേക്കണ്ടി എന്നിവർ സംസാരിച്ചു. നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ സമീർ കോയക്കുട്ടിയുടെ സന്ദേശം മുഹമ്മദ് ഷെരീഫ് സദസ്സിൽ അവതരിപ്പിച്ചു. തുടർന്ന് ഇമ്പിച്ചി ആലിക്കുരുക്കൾ സ്മാരക ജിംഖാന കോൽക്കളി സംഘത്തിന്റെ കോൽക്കളി, തറവാട്ടിലെ അന്തേവാസികളുടെ ഒപ്പന, തറവാട് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. Thank you.
നറുക്കെടുപ്പിലൂടെ 3 ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്ത് സമ്മാനം നൽകി. പരിപാടിയുടെ ഭാഗമായി വിവിധ കമ്പനികളുടെയും തറവാടിൻ്റെ വിവിധ സംരംഭങ്ങളുടെയും സ്റ്റാളുകളുമുണ്ടായി. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ചികിത്സയും ശസ്ത്രക്രിയയും മുടങ്ങുന്ന നിർധനർക്കായി സൗജന്യ സർജറി പദ്ധതിയുമായി നാദാപുരത്തെ ന്യൂക്ലിയസ് ഹോസ്പിറ്റൽ. ഓർത്തോ ENT ജനറൽ സർജറി വിഭാഗങ്ങളിലായി 1 വർഷം 36 സൗജന്യ ശസ്ത്രക്രിയകൾ നൽകുന്ന പദ്ധതിക്കാണ് തുടക്കമായത്. നാദാപുരത്തും പരിസരത്തെ 10 പഞ്ചായത്തുകളിലുമുള്ള അർഹരായ രോഗികൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. നാദാപുരം ന്യൂക്ലിയസ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ MLA KM അഭിജിത്തിൻ്റെ സാന്നിധ്യത്തിൽ ന്യൂക്ലിയസ് ചെയർമാൻ ഡോക്ടർ സലാവുദ്ദീൻ പദ്ധതി പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് MVR ക്യാൻസർ സെന്റർ, ജനമൈത്രി പോലീസ് നാദാപുരം, ന്യൂക്ലിയസ് ആശുപത്രി, AODA എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. ചടങ്ങിൽ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. MLA KM അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ന്യൂക്ലിയസ് ആശുപത്രി ചെയർമാൻ ഡോക്ടർ സലാഹുദ്ദീൻ TP അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മൻസൂർ രക്തദാന ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നാദാപുരം SI കുഞ്ഞിക്കണ്ണൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ഡോക്ടർ ഗീത, റസൽ മുഹമ്മദ്, ഡോക്ടർ നൂറ, ഡോക്ടർ നിത്യകല, ഡോക്ടർ സുബൈർ, ഡോക്ടർ മുഹമ്മദ് ഇഷാൻ, അബൂബക്കർ ഹാജി, വത്സരാജ് മണലാട്ട് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി T നദീർ സ്വാഗതവും ഓപ്പറേഷൻ മാനേജർ N റമീസ് നന്ദിയും പറഞ്ഞു. ലൈറ്റ് ആൻറ്റി ഡ്രഗ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പൊന്നം ഈസ്റ്റ് LP സ്കൂളിൽ ലഹരിവിരുദ്ധ ക്ലാസും നേത്ര പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധന നടത്തി. കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. കതിരൂർ പോലീസ് SSB SI മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി. 14-ാം വാർഡ് അംഗം റൂബി റിഷാദ് അധ്യക്ഷത വഹിച്ചു. റൂബി, പ്രകാശൻ മഹിജാസ്, പ്രധാനാധ്യാപിക ജയശ്രീ, PV രാഘവൻ, വിജേഷ്, സജിത് 4-ാം മൈൽ എന്നിവർ സംബന്ധിച്ചു. ചുങ്കം സൺറൈസ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു നേത്ര പരിശോധന ക്യാമ്പ്. കുന്നോത്ത് യൂത്ത് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സൂംബ ഡാൻസും തൊഴിൽ സംരംഭകത്വ ക്ലാസും സംഘടിപ്പിച്ചു. ഒട്ടേറെ ആളുകൾ പങ്കെടുത്തു. KP സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. മുൻ കൗൺസിലർ ഉച്ചുമൽ ശശി അധ്യക്ഷത വഹിച്ചു. മുൻ കൗൺസിലർ PK സോന, വൈസ് പ്രസിഡന്റ് മനോജ് മൈഥിലി, ജോയിന്റ് സെക്രട്ടറി KS സച്ചിൻ എന്നിവർ സംസാരിച്ചു. ഇസ്ര സ്കൂൾ ഓഫ് ലേണിംഗ് സ്കിൽ ട്രെയിനർ ശബാന സംരംഭകത്വ ക്ലാസും പ്രമുഖ സുംബ ഫിറ്റ്നസ് ട്രെയിനർ മസ്ന ഷേർഖാൻ സുംബ ക്ലാസും നടത്തി. ക്ലബ്ബ് സെക്രട്ടറി A കരുണൻ സ്വാഗതവും P രജനി നന്ദിയും പറഞ്ഞു. സ്ത്രീകളടക്കം ഒട്ടേറെ പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തലശ്ശേരി വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിലെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. ഒളിവിൽ കഴിഞ്ഞ സംഘം സെക്രട്ടറി തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് പിടിയിൽ. ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷന് കീഴിലുള്ള തലശ്ശേരി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനുകളിലെ പാർസൽ ഗതാഗത സേവനം 25 മുതൽ നിർത്തിവെക്കാൻ ഉത്തരവ്. ഉത്തരവ് പുറത്തിറക്കിയത് ദക്ഷിണ റെയിൽവേ ചീഫ് കമേഴ്ഷ്യൽ മാനേജർ. തലശ്ശേരിയിൽ 3 സ്ഥാപനങ്ങളിൽ നിന്നായി 3 ക്വിന്റൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. 45,000 രൂപ പിഴ ചുമത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഉപജില്ലാ കമ്മിറ്റി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ജില്ലാതല ചിത്രരചനാ മത്സരം നടത്തും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.